മൂന്നാർ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക മഞ്ഞും മഴയും തേയിലക്കാടും ഒക്കെ ആയിരിക്കും. എന്നാൽ അവിടെ വളരെ നല്ലൊരു ആനസവാരി ഉണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? മൂന്നാറിൽ നിന്നും 6 കിലോമീറ്റർ അകലെ മാട്ടുപ്പെട്ടി റോഡിൽ കർമ്മലഗിരി എന്ന സ്ഥലത്താണ് ഈ എലിഫന്റ് റൈഡ് ഉള്ളത്. ഇവിടെ നിരവധി ആളുകളാണ് ആനപ്പുറത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സവാരി കഴിഞ്ഞെത്തുന്ന ആന ആളുകൾക്ക് ഇറങ്ങാൻ പാകത്തിനുണ്ടാക്കിയിരിക്കുന്ന ഒരു ബെർത്തിന് അടുത്തേക്ക് നീങ്ങുന്നു. തൊട്ടടുത്ത ബെർത്തിൽ സവാരിക്ക് റെഡിയായിട്ട് ആളുകൾ ആനപ്പുറത്ത് കയറാൻ വേണ്ടിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ സവാരി കഴിഞ്ഞ ഈ ആനയുടെ ഈ കാലുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, മുട്ടിന്റെ ഭാഗത്തായിട്ട് വലിയ വ്രണങ്ങളൊക്കെ കാണാം. ഈ സവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആനയെ കൊണ്ടുപോവാണ്, ഇനിയിപ്പോൾ അതിന് വിശ്രമ സമയമാണ്. ഇത് ഈ കാണുന്ന സവാരി പുറപ്പെടുന്ന ആനയുടെ പുറത്ത് കയറുന്നത് നോർത്ത് ഇന്ത്യൻ ഫാമിലി ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ആനപ്പുറത്ത് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറുങ്ങിയ ഡ്രസ്സുകൾ, ടൈറ്റ് ജീൻസ് അതുപോലുള്ള ഡ്രസ്സുകളൊന്നും ഇട്ട് ആനപ്പുറത്ത് കയറാൻ വേണ്ടി വരരുത്. കാരണം ആനയുടെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരു വശങ്ങളിലുമായിട്ടാണ് നമ്മൾ കാല് വെച്ചൊക്കെ ഇരിക്കേണ്ടത്. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഈ ആനയുടെ മുകളിൽ നമ്മുടെ ആശുപത്രിയിലൊക്കെ ഉപയോഗിക്കുന്ന അതുപോലെയുള്ള പച്ച കവറുള്ള ബെഡുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിന് പുറമെ കൈ പിടിക്കുന്നതിനും മറ്റുമായിട്ട് ഇരുമ്പ് കമ്പിയുടെ ഒരു ഫ്രെയിം ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഈ സവാരി നടക്കുന്നിടത്ത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും തൊട്ടടുത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറും ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കണമെങ്കിൽ തിരിച്ചറിയൽ രേഖകളൊക്കെ നിർബന്ധമാണ്. പിന്നെ വ്യക്തിഗത വിവരങ്ങളൊക്കെ നൽകേണ്ടി വരും. ഞങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് ഏകദേശം 700 രൂപയായിരുന്നു നിരക്ക്. നിരക്കാണെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. 15 മിനിറ്റാണ് യാത്രാ സമയം. യാത്ര കഴിഞ്ഞ് വന്നാൽ നമുക്ക് ആനയ്ക്ക് ഭക്ഷണം നൽകാനൊക്കെ പറ്റും. അതിനായിട്ട് അവർ ഓരോ കൂടയൊക്കെ തരും. ആ കൂടയ്ക്കകത്തായിട്ട് പൈനാപ്പിൾ, തണ്ണിമത്തന്, മത്തങ്ങ തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് നല്ല പൈസ കൊടുക്കണം. ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ വരെ നമുക്ക് സുരക്ഷിതമായിട്ട് ആനപ്പുറത്ത് കയറ്റാൻ പറ്റും എന്നുള്ളതാണ്. ആനകളൊക്കെ ഒരു കോൺവോയ് അടിസ്ഥാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ആനകളൊക്കെ നിരനിരയായിട്ട് ഒരു ഒറ്റയടി പാതയിലൂടെയാണ് പോവുക. ഏകദേശം ഒരു 50 മീറ്ററോളം സഞ്ചരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വഴിയിലൂടെയാണ് ഇതെല്ലാം കൂടെ തിരിച്ചു വരിക. ഇപ്പോൾ അതേ വരുന്ന കണ്ടില്ല, നമ്മൾ ആദ്യം കണ്ട നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ് ഇപ്പോൾ ഈ ആനപ്പുറത്തിരിക്കുന്നത്. അവരിപ്പോൾ തിരിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ വരുന്ന ഓരോ ആൾക്കാരുടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട്. പിന്നെ എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം എന്ന് മാത്രം. പിന്നെ ഇവിടെ കണ്ടതിൽ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പല ആനകളും ഒരുപക്ഷെ റിട്ടയർമെന്റ് ലൈഫ് വരെ കഴിഞ്ഞ ആനകളാണ്. പലതിൻ്റെയും കാലിൽ വ്രണമുണ്ട്, പിന്നെ എന്തോ നീര് വെച്ച പോലെയൊക്കെ ഇരിക്കുന്ന കാണാം. ഈ ആനയെ നോക്കുന്ന ഈ പാപ്പന്മാരാണെങ്കിൽ വലിയ മയമൊന്നുമില്ല. അവർ ആനക്കിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന കാണാം. എന്തിനാണ് അങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിയില്ല. അവർ പറഞ്ഞ എന്തെങ്കിലും അനുസരിക്കാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. അതൊക്കെ നമുക്ക് ഇച്ചിരി ഒരു മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു കൊമ്പനാനയൊന്ന് കൊമ്പൊക്കെ കാണാം. ഇത് മോഴയാണോ എന്താണെന്ന് അറിയില്ല. പല ആനയ്ക്കും ഒരു നമ്മുടെ സാധാരണ നമ്മൾ ഉത്സവത്തിനൊക്കെ കാണുന്ന ഒരു ആനയുടെ ഒരു കെട്ടും ഒരു മുഖഭാവവും ഒന്നുമില്ല. പല ആനകളും ക്ഷീണിതരാണ്.
ആനപ്പുറത്തിരിക്കുന്നവർക്ക് മാത്രമല്ല താഴെ നിൽക്കുന്ന നമുക്കും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. ഭക്ഷണം കൊടുത്ത ശേഷം ആനയെ തൊട്ടു നോക്കാനൊക്കെ കുട്ടികളൊക്കെയാണ് ഭയങ്കരമായിട്ട് തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മൂന്നാറിലെ ആന സവാരിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ട്രാവൽഗ്രാം ബൈ ജോബിൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.